കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഒന്നാം താലപ്പൊലി നാളായ ഇന്ന് പുലർച്ചെ വിവിധ സമുദായക്കാരുടെ അനുഷ്ഠാനങ്ങളും പൂജകളും ക്ഷേത്ര സങ്കേതത്തിൽ നടന്നു. മലയാള മാസം 1-ാം തീയതി നടക്കുന്ന ഒന്നുകുറെ 1000 യോഗത്തിന്റെ കൂട്ടമിരിക്കൽ ചടങ്ങും ക്ഷേത്രാങ്കണത്തിൽ നടന്നു. താലപ്പൊലി ഉത്സവ ചടങ്ങുകൾക്കായി ദേവസ്വം അധികൃതർ വലിയ തമ്പുരാനിൽ നിന്ന് അനുവാദവും അനുഗ്രഹവും വാങ്ങി. 41 ദിവസത്തെ വ്രതം നോറ്റ് തെക്കൻ മലയിറങ്ങി ഇരുമുടിക്കെട്ടുമായി വന്നെത്തിയ മലയരയന്മാർ ക്ഷേത്രാങ്കണത്തിൽ ദേവിക്ക് നിവേദ്യം അർപ്പിച്ചു. ക്ഷേത്രവുമായി ചരിത്രപരമായ ബന്ധമുള്ള കുടുംബി സമുദായം സവാസിനി പൂജയും ആടിനെ നടത്തള്ളലും രാവിലെ നടന്നു. കുടുംബി സമുദായത്തിലെ സ്ത്രീകൾ ദീർഘസുമംഗലീവരത്തിനായി നടത്തുന്ന ചടങ്ങാണ് സവാസിനി പൂജ. തെക്കേനടയിൽ കുരുമ്പയമ്മയുടെ സന്നിധിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആടിനെ എഴുന്നള്ളിച്ച് നടതള്ളുന്നതും കുടുംബി സമുദായത്തിൻ്റെ പരമ്പരാഗത ആചാരമാണ്. മലയാള മാസം 1-ാം തീയതി നടക്കുന്ന ഒന്നുകുറെ 1000 യോഗത്തിൻ്റെ കൂട്ടമിരിക്കൽ ചടങ്ങും ക്ഷേത്രാങ്കണത്തിൽ നടന്നു. 4 ദിവസത്തെ താലപ്പൊലി ഉത്സവ ചടങ്ങുകൾക്കായി ദേവസ്വം അധികൃതർ വലിയ തമ്പുരാനിൽ നിന്ന് അനുവാദവും അനുഗ്രഹവും വാങ്ങി. ഉത്സവ നടത്തിപ്പിനായി കിഴക്കേനടയിലെ കോട്ടക്കോവിൽ അകത്തെത്തിയ തമ്പുരാൻ കെ കുഞ്ഞുണ്ണിരാജയ്ക്ക് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം മാനേജർ കെ വിനോദ് എന്നിവർ ചേർന്ന് കാഴ്ചക്കുല സമർപ്പിച്ചാണ് അനുവാദം വാങ്ങിയത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.